വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് സൺഡേ ആണ്, ഈവനിങ് ആയി. അപ്പോൾ പുറത്തെവിടെയെങ്കിലും പോകാൻ ആസ് യൂഷ്വൽ എല്ലാ ദിവസവും എല്ലാ വീക്കെൻഡും സൺഡേ വൈകുന്നേരം എവിടെയെങ്കിലും പോകാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു കംപ്ലീറ്റ് വ്ളോഗായിട്ട് ചെയ്യാമെന്ന്. ജസ്റ്റ് ശംഖുമുഖം മാത്രമല്ല, അല്ലാതെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊരു വ്ളോഗ് ആക്കാമെന്ന്. അങ്ങനെ ഞാൻ ഇതാ റെഡിയായി. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങുകയാണ്. വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയി. ഒന്ന് വെയിലൊക്കെ താന്നിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അപ്പോഴത്തേക്കും ലേറ്റായി പോകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓർത്ത് ഇപ്പോൾ ഇറങ്ങാമെന്ന്. താഴെ അമ്മ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് താഴെ കുറച്ച് ചെടികളൊക്കെ ദേ ഇവിടെ വന്നിട്ടുണ്ട്. കുറേ റോസസ്, പല പല കളറിലെ റോസസും കാര്യങ്ങളൊക്കെ. പിന്നെ ദേ നമ്മുടെ കുരുമുളക് ഉണ്ട്. ഈ ചെടിയുടെ ഒക്കെ പേരെന്ന് തോന്നുമ്പോ ഇതിൻ്റെ ഒക്കെ ബോഗൻവില്ല. ഇത് ഇത് ഓക്കെ. എനിക്കിങ്ങനെ കണ്ടിട്ട് വലിയ പിടിയൊന്നുമില്ല ഏതൊക്കെ ഫ്ലവറാണെന്ന്. മുല്ല. ഇത് 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 മുല്ലല്ലേ? ഓക്കെ. അപ്പം നമ്മളിത് RK വെഡ്ഡിങ് മോളിലാണ് വന്നിട്ടുള്ളത്. അപ്പം അമ്മയ്ക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, സാരി മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇവിടെ ഞാൻ 1-2 തവണ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. അത്യാവശ്യം കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ സാരി സെഷനിൽ വന്നു. അപ്പം തന്നെ അവരൊരു കോഫിയൊക്കെ തന്നു. പിന്നെ സാരിയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ആദ്യം നമ്മൾ കുറച്ച് ഫാൻസി സാരീസൊക്കെ നോക്കി. അതിനുശേഷം നമ്മൾ ടിഷ്യൂ സാരീസൊക്കെ നോക്കി. അമ്മയ്ക്ക് ടിഷ്യൂ സാരീസാണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. പേസ്റ്റൽ കളേഴ്സാണ് നമ്മൾ കൂടുതൽ നോക്കിയേ. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പം നമ്മൾ വിചാരിച്ചു ഇനി ഇവിടെ നിന്ന് നമുക്ക് നേരെ ശംഖുമുഖം പോകാമെന്ന്. അത് മസ്റ്റാണല്ലോ, സൺഡേ ഈവനിങ് ആണെങ്കിൽ ശംഖുമുഖം, അത് വിട്ടൊരു കളിയില്ല. അങ്ങനെ നമ്മളിതേ ശംഖുമുഖം എത്തി. കടൽ നല്ല രീതിക്ക് കയറി കിടക്കുകയാണ്. പക്ഷെ ഇതും കാണാനൊരു ഭംഗി. ഇനി ഇതിൽ കൂടുതൽ കയറി അത്ര ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. റോഡ് ഫുൾ പോവാറായി. അങ്ങനെ നമ്മളതൊക്കെ കണ്ട് പാനിപ്പൂരിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ വന്നു പാനിപ്പൂരി ഓർഡർ ചെയ്യാനായിട്ട്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഗോൾഡ് കപ്പയും ഇവിടുന്ന് പാനിപ്പൂരിയും കഴിച്ചിട്ട് എനിക്ക് തോന്നുന്നു രണ്ടും അടിപൊളിയാണ്. നമ്മൾ വിചാരിക്കും ഇതല്ല ശരിക്കും പാനിപ്പൂരി, അങ്ങോട്ടൊക്കെ പോകുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ഇത് അവർ ഗോൾഡ് കപ്പയായിട്ട് തരുന്നത്. പക്ഷേ അതും ടേസ്റ്റാണ്. ഇങ്ങനെ അവരെല്ലാം കൂടെ ഒരുമിച്ച് തന്നിട്ട് അതിൽ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് തരത്തില്ലേ, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ വന്നാലും ഇവിടുന്ന് പാനിപ്പൂരി കഴിക്കാറുണ്ട്. അങ്ങനെ പാനിപ്പൂരിയൊക്കെ മേടിച്ച് നമ്മൾ അവിടെ പോയിരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് നല്ല വ്യൂ ഒക്കെ കണ്ടിരിക്കുകയായിരുന്നു. വയനാട്ടിൽ ദുരന്തം സംഭവിച്ചതിന് ശേഷം വെള്ളം കാണുമ്പോഴും അതുപോലെ അതായത് കടൽ കായലൊക്കെ കാണുമ്പോഴാണെങ്കിലും മലകൾ കാണുമ്പോഴാണെങ്കിലും നമുക്ക് പേടിയാണല്ലേ. എങ്ങനെയെങ്കിലും ഈ ഒരു മൺസൂൺ റെയിനി സീസൺ ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റായി. കാര്യം ഇവിടെ അടുത്തും വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിതേ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരുന്നു. അതിനുശേഷം നമ്മൾ വിചാരിച്ചു കല്യാൺ സിൽക്സിൽ പോകാമെന്ന്. ഷോപ്പിംഗ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നമ്മൾ വിചാരിച്ചു ഒന്ന് പോയി നോക്കാമെന്ന്. സാരീസ് തന്നെ അവിടെ പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. കല്യാൺ സിൽക്സിലെത്തി, പാളയത്തുള്ള. ഇവിടെ അധികം അങ്ങനെ നമ്മൾ വന്നിട്ടില്ല. എന്നാലും ഞാൻ വിചാരിച്ചു ഇവിടെ അന്ന് നോക്കാമെന്ന്. അങ്ങനെ നമ്മളിതേ സാരികളൊക്കെ നോക്കി. ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇവിടുന്ന്. ജസ്റ്റ് നമ്മളൊന്ന് നോക്കി അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എടുക്കാമെന്നാണ് വിചാരിച്ചത്. ഫാൻസി സാരീസൊക്കെയാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത്. ഈ പിങ്കിനെക്കാട്ടി ഇതിൻ്റെ തന്നെ ഒരു ഗ്രീൻ ഉണ്ടായിരുന്നു. അത് പിന്നെയും കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് അതിൻ്റെ ആ ഒരു മെറ്റീരിയൽ ഭയങ്കര പേപ്പർ സോഫ്റ്റ് പോലത്തെ ഒരു ഭയങ്കര എന്തോ പേര് പറയും, ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലായിരുന്നു. പിന്നെ വെഡ്ഡിങ് കളക്ഷൻസൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. നല്ല ഒരുപാട് സാരീസൊക്കെ ഉണ്ട്. ഈ റോഡ് നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തുള്ളവർക്ക് അറിയായിരിക്കില്ലേ, ഒരു അമ്പലം, ഒരു മുസ്ലിം പള്ളി, ഒരു ക്രിസ്ത്യൻ പള്ളി, 3ഉം അടുപ്പിച്ചുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നും ഇങ്ങനെ 3ഉം അടുപ്പിച്ച്. അത് ഒരേപോലെ ലൈറ്റൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിതേ പാരഗണിൽ വന്ന് ഫുഡ് കഴിക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ട്രിവാൻഡ്രത്ത് വൺ ഓഫ് ദി അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഫുഡ് കൊടുക്കുന്നതും പ്ലസ് ക്ലീൻ ആയിട്ടുള്ളതും എല്ലാം അടിപൊളിയായിട്ടുള്ള വൺ ഓഫ് ദി റെസ്റ്റോറൻ്റാണ് പാരഗൺ എന്ന്. അപ്പോൾ ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അതായത് ചിക്കൻ ലോലിപോപ്പാണ്. ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ നിന്നാണ് തോന്നുന്നു ആദ്യമായിട്ട് അത് കഴിച്ചിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു സോസും നല്ല ഫ്ലേവറാണ്. അപ്പോൾ അത് തന്നെ നമ്മൾ ആദ്യം സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തു. നല്ല തിരക്കാണ്. ഉച്ചയ്ക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. പാരഗൺ, നാസ അതൊക്കെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇതിപ്പം രാത്രി ആയതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു. അതിനുശേഷം നമ്മളിതേ ഒരു സ്പെഷ്യൽ സംഭവം ചെന്നൈ ചിക്കൻ ചില്ലി, വേറൊരു ടേസ്റ്റായിരുന്നു. നോർമൽ ചില്ലി ചിക്കൻ്റെ ടേസ്റ്റ് അല്ല,
പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു അതും അപ്പമായിരുന്നു നമ്മൾ കോമ്പിനേഷനായിട്ട് കഴിച്ചത്. ഇതുവരെ കഴിക്കാത്ത ഒരു ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ചില്ലി ചിക്കൻ്റെ ഒരു ചിക്കൻ മസാലയുടെ ഒരു ഫ്ലേവറും ഉണ്ടായിരുന്നു, ഒരു ചില്ലി ചിക്കൻ്റെ ഫ്ലേവറും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചതിന് ശേഷം നമ്മൾ ഡെസേർട്ടായിട്ട് ഇളനീർ പുഡിങ്ങാണ് ഓർഡർ ചെയ്തത്. ഇതിന് മുന്നേ ഞാൻ ഒരു തവണ ഇത് കഴിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ. എനിക്കിഷ്ടമാണ്. സംഭവം ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ്, പക്ഷേ ടേസ്റ്റ് നല്ലതാണ്. ചെന്നൈ ചില്ലി ചിക്കൻ സൂപ്പർ ടേസ്റ്റ് ആണ്. ഏതിൻ്റെ കൂടെ കഴിക്കാൻ ബെസ്റ്റ്? അപ്പോൾ ചെന്നൈ ചില്ലി ചിക്കൻ, കേരള ചില്ലി ചിക്കൻ പോലെയല്ല, അടിപൊളി. അത് കേരള ചില്ലി ചിക്കൻ കൊള്ളൂലേ? കേരള ചില്ലി ചിക്കൻ കൊള്ളാം, പക്ഷെ ഇത് വെറൈറ്റി, നമ്മൾ കഴിച്ചിട്ടില്ലാത്ത ഒരു ടേസ്റ്റ്. അതാ ഇത് എക്സിക്യൂട്ടീവ് പയ്യൻ പറഞ്ഞതുകൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ശരിയാണ്. ഇല്ലെങ്കിൽ നമ്മൾ കടായി ചിക്കൻ ഓർഡർ ചെയ്തത്. എവിടെ പോലെ ഓർഡർ ചെയ്യുന്ന ഐറ്റം പറയാം. അപ്പം കടായി ചിക്കൻ, ഫ്രൈഡ് റൈസ്, ഇത്തവണ നമ്മൾ വെറൈറ്റി പിടിച്ചു. ആ പയ്യൻ പറഞ്ഞോണ്ട് മനസ്സിലായി. ജ്യൂസ് വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. നല്ല ഹോട്ടൽ കേട്ടോ. നല്ല ഹോട്ടൽ. ഇഷ്ടപ്പെട്ടോ? നല്ല വൃത്തിയും ജ്യൂസ് വന്നു. ഐസ് ഇടണ്ടെന്ന് പറഞ്ഞിട്ട് ഐസ് ഇട്ടാണല്ലോ പൈനാപ്പിളിന്റെ നടപ്പായിരിക്കും. ഐസ് ഇട്ടടി. എനിക്ക് വേണ്ട കുറച്ചുകൂടി വേണ്ട, എനിക്ക് വേണ്ട, വയറ് ഫുള്ളാവും. എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടത് ഇറങ്ങി. ഇനി നേരെ വീട്ടിലേക്കാണ്. സിമ്പിളായിട്ടുള്ള ഒരു വ്ളോഗായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ, ബൈ.